ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എസ് എൻ കോളേജ് മാനേജർ ചന്ദ്രദാസ് സാറ്, ഇതിൻ്റെ പ്രിൻസിപ്പാൾ പുഷ്പാണ്ണൻ, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനായ അഡ്വക്കേറ്റ് എൻ ശിവദാസൻ, അല്പം മുമ്പ് ഇവിടെ കുറേ സമയം ചെലവഴിച്ച ബഹുമാനായ അരവിന്ദേഷൻ, നമ്മുടെ തൊട്ടടുത്ത സ്കൂള് മാനേജർ ബഹുമാനായ ജോസ് കെ വർഗീസ് സാർ, നിങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ, ഇവിടുത്തെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഞാൻ ആ ഒരു പ്രാസംഗികൻ എങ്ങനെ പ്രസംഗിക്കാനുള്ള പ്രത്യേക കഴിവും കാര്യങ്ങളൊന്നുമില്ല. എന്നെ ഞാൻ ജ്യേഷ്ഠതുല്യനായി കണക്കാക്കുകയും ഗുരുതുല്യനായി കാണുകയും ചെയ്യുന്ന എൻ്റെ ബഹുമാനായ പുഷ്പകുമാർ അണ്ണൻ എന്ന് പറയാനാണ് ഇഷ്ടം. പുഷ്പ അണ്ണൻ ക്ഷണിച്ചപ്പോൾ വരാം എന്ന് ഏറ്റതാണ്. അതൊരു ചീഫ് ഗസ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ ഓർത്തില്ല. ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ്. നിങ്ങളെപ്പോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, നിങ്ങളെക്കാൾ ചെറിയ പ്രായത്തിൽ തന്നെ കലാരംഗത്ത് ഞാൻ കണ്ടു വളർന്ന വളരെ പ്രതിഭാധനായ വ്യക്തിയാണ് നിങ്ങളുടെ പ്രിൻസിപ്പാൾ. അത് നിങ്ങൾക്ക് അറിയുമോ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങളൊക്കെ ആരാധനയോടുകൂടി നോക്കി കണ്ടിരുന്ന ആൾ. പക്ഷേ വഴി എവിടെ വെച്ചോ മാറിപ്പോയി. അല്ലെങ്കിൽ ഇന്ന് കേരളം അറിയുന്ന വളരെ വലിയ ഒരു കവിയായി അദ്ദേഹം മാറുമായിരുന്നു. വളരെ സുന്ദരമായ കവിതകൾ എഴുതുന്ന, ഇന്ന് നമ്മൾ കേരളത്തിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരു കവിയുണ്ട്, കായംകുളത്തുകാരൻ. അല്ല, സിനിമാ പാട്ടൊക്കെ എഴുതുന്നു. പനച്ചൂരാൻ. ആ പനച്ചൂരാൻ കവിത പാടി നടന്നത് പുഷ്പാന്റെ കൂടാണ്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ അന്ന് ഈ പറയുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടത് പുഷ്പാണ്ണനെയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, പിന്നെ അവൻ എഴുതിയില്ല. കുറേ നാളിന് ശേഷം പിന്നെ എഴുതിയിട്ടില്ല. ഇപ്പം എഴുതുന്നോ എന്ന് അറിയത്തില്ല. എഴുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി എന്നെ ക്ഷണിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ, അല്ല എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അതൊരു ധിക്കാരമായി പോകും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വേദിയിലേക്ക് വന്നത്. ഞാൻ ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരാണ് സുനീഷും, ഇവിടെ 1-2 അധ്യാപകന്മാരുണ്ട് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ അല്പം മുമ്പ് ചെയർമാൻ പറഞ്ഞതെന്ന് അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. എൻ്റെ വാക്കുകളെ നിങ്ങൾ അങ്ങനെ കാണുകയും ചെയ്യരുത്. ആരെയും ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ എൻ്റെ വിഷൻ, എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ്. അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഒരു 5 മിനിറ്റ് അതിനപ്പുറം സംസാരിക്കത്തില്ല. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം ഒന്നിനും കൊള്ളാത്തവർക്കുള്ളതല്ല, പരാജയപ്പെടുന്നവർക്കുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നവർ കാണും. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടാകും. നല്ല റേഞ്ചിൽ മാർക്കുള്ള, പ്ലസ് ടുവിൽ നല്ല ഉന്നത മാർക്ക് നേടിയവരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. അഥവാ ഇനി +1 +2ൽ നമ്മുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരാജിതനാണ്
അതുകൊണ്ട് പരാജയക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് പോകാം എന്ന് കരുതിയല്ല നമ്മൾ വന്നത്. നമ്മൾ വന്നത് വിജയിക്കാനാണ്. ആ വിജയത്തിൻ്റെ പാഠങ്ങൾ ഇവിടെ കിട്ടുന്ന അത്രയും വേറെ എങ്ങും തന്നെ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അഭിമാനപൂർവ്വം പ്രിൻസിപ്പളും മാനേജരും പറഞ്ഞു, ഇവിടെ ഏകദേശം 70%-80%-ഓളം വിജയമുണ്ട് എന്ന് പറഞ്ഞു. അത് സത്യസന്ധമായിരിക്കും എന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം കിട്ടുന്ന പണത്തിന് വാല്യൂ നിശ്ചയിച്ചിട്ടല്ല സമാന്തര സ്ഥാപനങ്ങളിൽ അധ്യാപകർ ജോലി ചെയ്യുന്നത്. അവർ തങ്ങളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്ന കുട്ടികളോടാണ് അവർക്കുള്ള ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം മനസ്സിൽ കണ്ടുകൊണ്ട് എത്രമാത്രം തങ്ങളുടെ കുട്ടികളെ കഷ്ടപ്പെടുത്തിക്കാം, അതാണ് ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാചകം. ഒരുപക്ഷെ മുമ്പേ നിങ്ങളുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, കോളേജും ഈ സ്ഥാപനം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യതിയാനം സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിച്ച സർവ്വസ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുത്തിക്കുന്ന നിങ്ങളെ ഒരു പോസിറ്റീവായൊരു തലത്തിലേക്ക്, ഉയർന്നൊരു തലത്തിലേക്ക്, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കാൻ ഈ സ്ഥാപനത്തോളം മറ്റു കോളേജുകൾക്ക് കഴിയും എന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ, എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നന്നായി വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വളരെ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ഞാൻ വേറൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വിജയം, നമ്മുടെ കാഴ്ചപ്പാട്. ഞാനൊരു നാടകക്കാരനാണ്. നാടകക്കാരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ, അവരുടെ അധ്വാനം, കഷ്ടപ്പാട് കണ്ടാൽ, ഈ സ്റ്റേജിന് പിന്നാമ്പുറം വന്ന് നോക്കിയാൽ നിങ്ങൾ ആരെങ്കിലും നാടകക്കാരനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അന്ന് തീരുമാനിക്കുക വേണ്ട. അത്രയ്ക്ക് അധ്വാനമുള്ള, കഷ്ടപ്പാട് നിറഞ്ഞ, ദുരിതം നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് ഞങ്ങൾ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഞങ്ങളുടെ കാഴ്ചപ്പാടിലല്ല. ഞങ്ങൾ അധ്വാനത്തെ, ദുരിതത്തെ ഭയങ്കരപൂർവ്വം ആസ്വദിക്കുന്നവരാണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഒരു നാടകക്കാരനാകാൻ. ഞാൻ പഠിച്ചത് JTSലാണ്, കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂളിൽ. അപ്പോൾ ഞാൻ പുല്ലുളങ്ങരയിൽ നിന്ന് കായംകുളത്തുനിന്ന് ടെക്നിക്കൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നും കാണുന്നൊരു ബോർഡുണ്ടായിരുന്നു, KPSCയുടെ എംബ്ലമൊക്കെ വെച്ചിട്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, അരിവാളും പിടിച്ച് അല്ലേ, ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്ന ഒരു ചിത്രം. എങ്ങനെയോ എൻ്റെ കൊച്ചിലെ എൻ്റെ മനസ്സിൽ നാടകത്തിനൊരു കമ്പം വന്നത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. ഞാനപ്പോൾ ഈ KPSC വളരെ ആദരപൂർവ്വം നോക്കി വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കും, എനിക്ക് KPSCയിൽ അഭിനയിക്കണം. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യവും ആഗ്രഹവും അത് മാത്രമായിരുന്നു. വേറെ ഒന്നും എൻ്റെ ലക്ഷ്യത്തിലില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. ഒരു തവണ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നു. ഞാൻ പരാജയപ്പെട്ടു പോയി ഇൻ്റർവ്യൂ. അതിന് റീസൺ അവർക്കുണ്ടായിരുന്നു. ഞാൻ പരാജയപ്പെട്ടെടുത്തൊന്നും ഞാൻ പിൻവാങ്ങിയില്ല. പിന്നെ അവിടെ വെച്ചൊരു നാടക മത്സരം നടന്നു. നാടക മത്സരത്തിൽ സംസ്ഥാനതല നാടക മത്സരമായിരുന്നു. അന്ന് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ബെസ്റ്റ് ആക്ടറായി. അടുത്ത വർഷം അവിടെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ട അവസരത്തിൽ അവർ എന്നെ വിളിച്ചു, അഭിനയിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. അന്ന് അവർ മറ്റാരും ഇല്ലായിരുന്നു ഇൻ്റർവ്യൂവിലൊന്നും, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അഭിനയിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു, എനിക്ക് വേഷം തന്നു, ഞാൻ അഭിനയിച്ചു. 10 വർഷത്തോളം അവിടെ അഭിനയിച്ചു. അതിനുശേഷം ഏകദേശം 12 വർഷമായി നാടകത്തിൻ്റെ സഹസംവിധാന മേഖലയിൽ നിന്നു. ഇപ്പോൾ ഈ വർഷം ഞാനവിടെ വേറൊരു ഉത്തരവാദിത്വത്തിലും എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും ഞാൻ അവിടെ മാറി. ഞാൻ സന്തോഷവാനാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ എൻ്റെ സ്വപ്നങ്ങളുടെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഞാൻ എത്തി. എൻ്റെ സ്വപ്നം അവിടെയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അപ്പോൾ ഒരാളുടെ വിജയം മറ്റുള്ളവരുടെ കണ്ണിലല്ല, നമ്മളിലാണ്. നമ്മളത് എത്രമാത്രം ആസ്വദിക്കുന്നു, എത്രമാത്രം ചിന്തിക്കുന്നു, അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. മോശമായി ജീവിക്കുന്ന ഒരാളല്ല. വളരെ ഉത്തരവാദിത്വപൂർവ്വം 2 പെൺമക്കളെ പഠിപ്പിച്ച് വളരെ കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടം വരെ ഉദ്ദേശിച്ചുള്ളൂ. ഒരുപക്ഷെ ഉദ്ദേശിച്ചതിനപ്പുറം എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഒരഭിപ്രായം വയ്ക്കുകയാണ്. നമ്മളുടെ മത്സരം നമ്മളോടായിരിക്കണം, സഹപാഠികളോടാകരുത്.
അവിടെയാണ് നമ്മൾ ജീവിതത്തെ വിജയിപ്പിക്കേണ്ടത്. എന്നിലെ ചില നെഗറ്റീവ്സ് ഉണ്ടാവും. എനിക്ക് ചിലപ്പം കാശിനോടായിരിക്കും ആഗ്രഹം. എൻ്റെ ലക്ഷ്യം മൊത്തം പോകുന്ന അവിടേക്കായിരിക്കും. എൻ്റെ സ്വപ്നങ്ങൾ പോകുന്ന അവിടേക്കായിരിക്കും. എൻ്റെ ജോലിയെ പറ്റിയുള്ള ചിന്തകൾ പോകുന്ന അവിടേക്കായിരിക്കും. ഞാൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം അതായിരിക്കും. അപ്പോൾ കാശ് 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 എന്നൊരു വലിയ ലോകത്തിലൂടെ ഞാനിങ്ങനെ ഉയർന്നു വരും അല്ലേ. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരെ വിലയിരുത്തുന്ന അങ്ങനെ ആയിരിക്കും. കാശുകാരൻ വന്നാലേ എനിക്ക് സ്നേഹം തോന്നും, സന്തോഷം തോന്നും, ബഹുമാനം തോന്നും. കാശുകാരൻ ബന്ധുവാണെന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. കാരണം എൻ്റെ ഇഷ്ടം കാശിനെയാണ് അല്ലേ. അങ്ങനെയുള്ള ഒരാൾ കാണും. ജീവിതത്തെ വേറൊരു തരത്തിൽ കാണുന്ന ആളുകൾ കാണും. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ എന്താകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാശുകാരനാകണോ, വേറെ ഏതെങ്കിലും ജോലി വേണോ, കലാകാരനാകണോ, ഒരു സ്പോർട്സ് താരമാകണോ അല്ലേ. ജോലിക്കൊന്നും ഒരു പഞ്ഞവുമില്ല. ഞാൻ പറയുന്ന പോലെ, ഞാൻ മുമ്പ് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയല്ല, ജോലിക്കൊരു പഞ്ഞവുമില്ല. നിങ്ങളുടെ പുഷ്മാർ സാറ് ഗവൺമെൻറ് ജോലിയല്ലല്ലോ, ഇവിടുത്തെ ടീച്ചർമാരും ഗവൺമെൻറ് ജോലിക്കാരല്ലല്ലോ. ജീവിക്കുന്നില്ലേ അന്തസ്സോടെ അഭിമാനത്തോടെ അല്ലേ. നമ്മളപ്പുറത്ത് തട്ടുകട നടത്തുന്ന ആളുകളില്ലേ, അഭിമാനത്തോടെ ജീവിക്കുന്നില്ലേ. ജോലിക്ക് എന്താ പഞ്ഞം? ജോലിക്കൊരു പഞ്ഞമില്ല. ജോലി ചെയ്യാനുള്ള മനസ്സില്ലായ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡിഗ്രി എടുത്തു വെച്ചിട്ട് ആ ഡിഗ്രിയാണ് വലുത് എന്ന് കരുതുന്നിടത്താണ് കുഴപ്പം. ആ ഡിഗ്രി വെറും അറിവിൻ്റെ ഒരു അളവുകോൽ മാത്രമാണ്. ഡിഗ്രി കിട്ടുമ്പോൾ നമ്മളൊന്നും കിട്ടിയില്ല. മാസ്റ്റർ ബിരുദം കേടുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നൊന്നുമില്ല. ചില സ്ഥലത്ത് എത്തിച്ചേരാനുള്ള ഒരു അളവുകോൽ മാത്രമാണ്. അതിനും അപ്പുറമാണ് അറിവ്. ആ അറിവ് നേടാനുള്ള മനസ്സോടുകൂടി വിദ്യാഭ്യാസത്തിനെ നിങ്ങൾ കണ്ടാൽ വിദ്യാഭ്യാസം വളരെയധികം രസകരമായിരിക്കും അല്ലേ. അതിനും അല്ലാതെ വിദ്യാഭ്യാസത്തെ വേറൊരു തലത്തിൽ കാണുമ്പോഴാണ്, ആരോടൊക്കെയുള്ള മത്സരമായിട്ട് കാണുമ്പോഴാണ്. 40-ൽ 4 മാർക്ക് കിട്ടി നമ്മുടെ ക്ലാസ്സിൽ നമുക്കാണ് ടോപ്പെങ്കിൽ സന്തോഷം തോന്നും. മാർക്ക് എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. പക്ഷെ സന്തോഷം, കാരണം ബാക്കിയുള്ളവർക്കെല്ലാം 4 താഴെയാണ് അല്ലേ. 40-ൽ 45 കിട്ടിയ 35 കിട്ടിയാലും നമുക്ക് സന്തോഷം വരത്തില്ല. കാരണം നമ്മളെക്കാൾ മേളിൽ 2-3 പേര് പോയി. സന്തോഷമില്ല. സന്തോഷിക്കാനാണ് നമ്മൾ ജീവിക്കേണ്ടത്. എങ്ങനെ സന്തോഷം കണ്ടെത്തും? ആ സന്തോഷം കണ്ടെത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രേമം എന്ന വാക്കിന് ഞാൻ ആ അർത്ഥം തരുന്നു. പ്രണയിക്കുക. ആരെ? എല്ലാവരെയും പ്രണയിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രണയിക്കാൻ തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ ഇപ്പോൾ ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, അല്ലെങ്കിൽ കാമുകനാണെങ്കിൽ, കാമുകയാണെങ്കിൽ, ആ വ്യക്തിയെ എപ്പോൾ പ്രണയിക്കണം, ആ വ്യക്തി ആരെന്ന് കൃത്യസമയത്ത് തിരിച്ചറിയും. അപ്പോൾ നമുക്ക് അയാളുടെ ഒരു പ്രത്യേക പ്രണയം തോന്നും. സാധാരണ വ്യക്തിയോട് തോന്നാത്തൊരു പ്രണയം, സാധാരണ വസ്തുക്കളോട് തോന്നാത്തൊരു പ്രണയം ആ വ്യക്തിയോട് നമുക്ക് തോന്നും. അത് എൻ്റെ അഭിപ്രായത്തിൽ 15 വയസ്സിലോ 20 വയസ്സിലോ തോന്നുന്ന പ്രണയമല്ല. അവിടെ ജീവിതമില്ല. ജീവിതത്തിൽ ഇപ്പം പറഞ്ഞാൽ വെറും ഒരു, നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചാൽ ഈ ശലഭങ്ങളെപ്പോലെ ഇരിക്കുന്ന ആളുകളാണ്. വെട്ടം കാണുന്നിടത്തോട്ട് ഇങ്ങനെ പറന്നു പോകും. അവിടെ തീയാണോ, പൊള്ളുവോ ഇല്ലേ, അവിടെ പോയി ചാകാനാണോ പറക്കുന്നത്, അതോ വളരെ പ്രകാശിതമായൊരു ജീവിതത്തിലേക്കാണോ പറക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വരുമ്പോൾ നമുക്ക് കൃത്യമായ പ്രണയം തോന്നും. ആ പ്രണയം എന്താണോ അവിടെയാണ്. അല്ലാതെ പഠിത്തത്തിൽ മറ്റുള്ള പ്രണയങ്ങളെ ഒന്നും കൈയടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, വലിച്ചടിക്കരുത് അല്ലേ. കാരണം ഇപ്പോഴത്തെ ലക്ഷ്യം വളരെ വലുതാണ്. അറിവ് നേടലാണ്, പരീക്ഷയിലെ വിജയമല്ല. പരീക്ഷയുടെ വിജയം അതിൻ്റെ പിന്നാലെ വരുന്നതാണ്. ആ അറിവ് നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനോടൊപ്പം നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം നിങ്ങളുടെ കൂടെ ഇങ്ങ് വരും. നിങ്ങളുടെ ആഗ്രഹമാണ് ഏറ്റവും വലുത്. വെറുതെ ആഗ്രഹിച്ച പോലെ ആഗ്രഹത്തിനോ കഠിനമായ പ്രയത്നവും വേണം. എന്താഗ്രഹിക്കുന്നു? ഞാൻ ഈ ഡിമ്മർ പെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങൾ ലൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നാടകക്കാരുടെ സാധനങ്ങളിൽ ഏറ്റവും വെയിറ്റുള്ള ഒരു സാധനമാണ്. ഇല്ല, ഒരു ഡിമ്മർ പെട്ടിയൊക്കെ ഒരു 50 കിലോ ഒക്കെ വരും ഏകദേശം. അതിൽ ഒരു 6-7 ഡിമ്മർ പെട്ടിയൊക്കെ ഇരിക്കുന്ന ഡിമ്മർ പെട്ടി ഞങ്ങൾ ചുമടോട് എടുക്കാറുണ്ട്, ചുമന്ന് കൊണ്ടുപോകാറുണ്ട്. നാടകം കളിക്കാൻ 2 മണിക്കൂർ നിങ്ങൾ മുന്നിലിരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 4 മണിക്കൂർ ഞങ്ങൾ ഇവിടെ യന്ത്രങ്ങളെ പോലെ വർക്ക് ചെയ്യാറുണ്ട് അല്ലേ. അത് ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട് അതൊരു പീഡനമായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഞാനിന്ന് ഉറങ്ങിയില്ല. ഇന്നലെ നാടകം കഴിഞ്ഞ് വന്നത് 5:30.
5:30 കഴിഞ്ഞിട്ട് ഞാൻ 7 മണി 7:45 7:30 ആകുമ്പം എൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ ചെല്ലണം. അതുകൊണ്ട് പിന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുളിച്ചു റെഡിയായി രാവിലത്തെ ആഹാരം കഴിച്ചുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ പോയി. ഞാൻ പിന്നീട് അവിടെ നിന്ന് നേരത്തെ വന്നു. പുഷ്പാണ് എന്നോട് പറഞ്ഞു 10:30 ആകുമ്പോൾ വിടാമെന്ന്. ഇല്ല, ഞാൻ വിചാരിച്ച് ശരിയായിരിക്കും, വന്ന് 10:30 പോകാം. പക്ഷേ ഇപ്പോൾ 1 മണിയായി, ഉറങ്ങിയില്ല. ഞാൻ ഓർത്ത് ഒരു 1.5 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങാതെ ഇന്ന് ശബ്ദം വേണ്ടേ? ശബ്ദമല്ലേ ഞങ്ങളുടെ ആയുധം എന്ന് പറയുന്നത്. ശബ്ദം വേണ്ടേ? ഉറങ്ങിയാലല്ലേ ആ ശബ്ദം കിട്ടും. അപ്പോൾ ആ ഉറങ്ങാൻ റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കിത് സന്തോഷമാണ്. ഒരിക്കലും അതൊരു പീഡനമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അതിലെ എല്ലാ കഷ്ടപ്പാടിനെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എവിടെ ആഗ്രഹിക്കുന്നോ എവിടെ എത്തുന്നോ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരും. അവിടമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. അല്ലാതെ നിങ്ങൾ കാശുണ്ടാക്കുന്നിടത്തല്ല, നിങ്ങൾക്കൊരു വലിയ കാർ കിട്ടുന്നിടത്തല്ല, നിങ്ങളൊരു വലിയ ബംഗ്ലാവ് പണിയുന്നിടത്തല്ല. കാറിനുള്ളിലും ബംഗ്ലാവിനുള്ളിലും സന്തോഷമില്ലാത്ത മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നല്ല ജീവിതമല്ല. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്ന എന്ന് ഒരു വസ്തുതയും കൂടെ ആലോചിക്കുക. നിങ്ങൾ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? നിങ്ങൾ ആർക്ക് വേണ്ടിയാ? ഇപ്പം 8 മണിക്കൂർ 9 മണിക്കൂർ പഠിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, അല്ലേ? ആർക്ക് വേണ്ടിയാ പറയുന്നില്ലേ? ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടി. സമ്മതിക്കുന്ന ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നതിനെക്കാട്ടി ഇഷ്ടം ചുമ്മാ ഇരിക്കുന്നതല്ലേ? ചുമ്മാ എടുത്ത് കിടന്നുറങ്ങുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ആ സുഖം സ്വീകരിക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു നല്ല ജോലി വേണം. നല്ല ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല ശമ്പളം കിട്ടും, നല്ല കാശ് കിട്ടും. നല്ല കാശ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? സുഖകരമായ ഒരു ജീവിതം ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞാനവിടെ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മൾ പഠിച്ചു, കഷ്ടപ്പെട്ടു, 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂർ പഠിച്ചു, പരീക്ഷയ്ക്ക് നല്ല വിജയം കിട്ടി, PSC ടെസ്റ്റിന് പോയി കുത്തിയിരുന്ന് പഠിച്ചു, PSC പരീക്ഷ എഴുതി, ഒരു ജോലിയായി, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടി. ആണിന് പെണ്ണിനെ സംരക്ഷിക്കണം, പെണ്ണിന് ആണിനെയും സംരക്ഷിക്കണം, അല്ലേ? കഷ്ടപ്പാട് തീർന്നോ? ജോലി കിട്ടിയപ്പോൾ ഉത്തരവാദിത്വം കൂടി, കഷ്ടപ്പാട് കൂടി. ഒരു കുഞ്ഞ് ജനിച്ചു, വീണ്ടും കഷ്ടപ്പാട് കൂടി. 2 കുഞ്ഞ് ജനിച്ചു, കഷ്ടപ്പാട് ഇരട്ടിയായി. പണ്ട് നമ്മൾ പഠിക്കാൻ അച്ഛൻ അമ്മ 5 മണിക്ക് വിളിച്ചാൽ എഴുന്നേക്കാത്ത നമ്മൾ 4:30 എഴുന്നേക്കും, 3 മണിക്ക് എഴുന്നേക്കും. കാരണം കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിൽ വിടണം. കഷ്ടപ്പാട് കൂടി, അല്ലേ? പിന്നെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ സുഖം. ഇപ്പം നിങ്ങളുടെ അമ്മ എഴുന്നേക്കുന്ന പോലെ, നിങ്ങളുടെ അച്ഛൻ അധ്വാനിക്കുന്നത് പോലെ. നിങ്ങളുടെ അച്ഛൻ്റെ പുറത്തൊരു വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, അയാൾ കിടക്കത്തില്ല, രാവിലെ എഴുന്നിട്ട് പോകും ജോലി ചെയ്യാൻ. കാരണം കാശ് വേണം. മോള് നാളെ ഫീസ് ചോദിക്കുമ്പോൾ കൊടുക്കണം, ബുക്ക് വേണമെന്ന് പറയുമ്പോൾ കൊടുക്കണം, അല്ലേ? പക്ഷെ നമുക്ക് തലവേദന അയലത്തൂടെ പോയാൽ മതി, നമ്മൾ ചുരുളൂടി കിടക്കും. കാരണം എന്താ? നമുക്ക് അത്ര ഉത്തരവാദിത്വ ബോധമില്ല. അച്ഛനും അതിനേക്കാൾ വലിയാണ് ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയായപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടി, നിങ്ങളുടെ കഷ്ടപ്പാട് കൂടി. മക്കൾ വളർന്നു വരുന്തോറും നിങ്ങളുടെ കഷ്ടപ്പാട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സുഖമാണോ കിട്ടുന്നത്? കഷ്ടപ്പാടാണോ കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിച്ചു? നിങ്ങളവിടെ ആർക്ക് വേണ്ടി? ഇപ്പൊ നിങ്ങളുടെ അമ്മയും അച്ഛനും പറഞ്ഞാൽ ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നാ? എനിക്ക് വേണ്ടിയാണ് എന്ന് പറയോ നിങ്ങളുടെ അച്ഛൻ? എടി ഇങ്ങോട്ട് പറയോ, എടി ഞാൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുക, നീ കാണുന്നില്ലയോ? അച്ഛൻ പറയുമോ? പിന്നെ അച്ഛൻ എന്തോ പറയുന്നു? ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്ന ആർക്ക് വേണ്ടിയാ? വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇതെല്ലാം നമുക്ക് തന്നത് നമുക്ക് മുന്നേ പോയവരാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അടുത്ത തലമുറയെ ഏറ്റവും ഉയർന്ന ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് നൽകിയ ജീവിതത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരിക. അവർക്ക് നിങ്ങൾക്ക് കിട്ടിയ അന്തസ്സിനേക്കാൾ ഉയർന്ന ഒരു അന്തസ്സിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരിക. നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിനേക്കാൾ ഉയർന്ന ഒരു വിദ്യാഭ്യാസത്തിലേക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരിക. അതിനുവേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? അങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ അധ്വാനമൊക്കെ വളരെ സന്തോഷകരമാകും, നമ്മുടെ പ്രവൃത്തിയൊക്കെ വളരെ സുന്ദരമാകും, ആ പ്രവൃത്തിയിലൂടെ കിട്ടുന്ന റിസൾട്ടും വളരെ സന്തോഷപൂർണ്ണമാകും. അതുകൊണ്ട് മത്സരങ്ങളുണ്ട് എന്ന് പറയുന്ന ഈ ലോകത്ത് മറ്റുള്ളവരോട് മത്സരിക്കാതെ സ്വയം മത്സരിക്കാൻ, നിങ്ങളുടെ മനസ്സിലെ സങ്കുചിതത്തോട് മത്സരിക്കാൻ,
നിങ്ങളുടെ മനസ്സിലെ അനാവശ്യമായ ദുർമോഹങ്ങളോട് മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിലും എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.